നിയമ നടപടിയുമായിട്ട് രാഹുലിന് മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റമുണ്ടോ എന്നാണ് ഹണി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ചോദിച്ചേക്കുന്നത്. എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അല്ല, അവർ പറഞ്ഞ ആരോപണങ്ങൾ എന്താണ്? ഞാൻ അവർ സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന്. അത് അവര് കാര്യങ്ങൾ പല കാര്യങ്ങളും ഷാബിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയി ഗുരുതരമായി നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ പല കാര്യങ്ങളും അല്ല. ഞാനൊരു കാര്യം അവരോട് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകില്ല, എനിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചുള്ള എൻ്റെ ചോദ്യം, അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു. എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. അവർക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട്. അപ്പോൾ അവരെപ്പറ്റി ഞാൻ ആരോട് അങ്ങനെ മോശമായി പറഞ്ഞു, അതവർ തെളിയിക്കട്ടെ. ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത്? ആ വിഷയത്തിനകത്ത് ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത്, നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്. അതല്ല ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം. ഇപ്പം ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ, നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ അതങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമായി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോട്ടെ, അതൊക്കെ വാർത്ത സതീശൻ പറഞ്ഞത് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു, ആ പരാതി ആ ഗൗരവത്തോടെ കാണുന്നു. അപ്പോൾ അതൊരു പരാതിയല്ലേ? അല്ല, എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോട് അങ്ങേക്ക് ചോദിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശ്രീ വി ഡി സതീശൻ്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്. കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ. ഇതൊരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ, ഓപ്പൺ മെറിറ്റുള്ള കേസാണ്. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ. അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ? ശ്രീമതി ഹണി ഭാസ്കറിന് പരാതി ഉണ്ടോ? സ്ത്രീകളുമായിട്ട് അങ്ങ് മോശമായി പെരുമാറുന്ന ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അല്ല, അതപ്പോൾ അവർ പുറത്തു വിടട്ടെ. അല്ല, അതപ്പോൾ അവർ പുറത്തു പറയട്ടെ. അതിപ്പോൾ അവർ പുറത്തു വിടട്ടെ. ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ, അതായത് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നം കണ്ടു, ബാക്കി കൺവെർസേഷനൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പിന്നെ അത് ഞാനും പുറത്തു വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൺവെർസേഷനാണ്. ആ കൺവെർസേഷൻ പുറത്തു വിടേണ്ട ബാധ്യത എനിക്കുമില്ല. ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലേർട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവർ എന്നെപ്പറ്റി മറ്റു തെളിവുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ, പ്രശ്നം തീർന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയം ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അല്ല, എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത്. റെസ്പോൺസിബിളായിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മളതിന് മറുപടി പറയാം. അതല്ലാതെ സൈബർ ഇടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും. അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ, എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞത്, ഇത് മാത്രമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ പെട്ടി വിവാദം, ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകന് നേർക്കുള്ള വ്യക്തിയധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട്, ഞാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വെച്ചിട്ട് പ്രസിഡന്റ് ആയ ആളാണെന്ന്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഏതാണ്ട് 2 വർഷത്തോടെ എടുക്കുന്നു. ഇതുവരെ എൻ്റെ പേരിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരോപണം ഉന്നയിച്ചില്ലേ? ഞാൻ അതിൻ്റെ പേരിൽ നാട്ടിലില്ല. ആ പ്രചരണം നടത്തിയ എല്ലാവർക്കെതിരെ കേസുമായിട്ടാണ് പോയത്. 2, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണമല്ലേ? എന്തായിരുന്നു പ്രചരണമായിരുന്നില്ലേ? ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇനി അടുത്തത്,
പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായിട്ട് പരാതി പോയിട്ടുണ്ട്. അല്ലാതെ സൈബർ സ്പേസിലുള്ള ആളുകൾക്കെതിരായിട്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായപ്പോഴത്തേക്കും ഞാനത് വിട്ടു. ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു. ആദ്യം 1-2 ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു. പക്ഷേ ഈ പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല. അത് നിങ്ങളുടെ തന്നെ എത്രയും മാധ്യമപ്രവർത്തകർ അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം പരാതികൾ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കാറില്ല. ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാടിളക്കിയിട്ടൊരു വലിയ ആരോപണം വന്നു. ആ ആരോപണത്തിൽ പരാതിക്കാരിയില്ല, പരാതിയില്ല. ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും എതിരെ നിയമ നടപടിയായിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ, അല്ല ഞാനതാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. ഇനിയെങ്കിലും ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് പൂർത്തീകരിക്കാൻ, ഇനിയെങ്കിലും ഞാൻ പറയാൻ വന്ന കാര്യം പൂർത്തീകരിക്കും. നടി പറഞ്ഞത് ഹൂ കെയർ എന്ന് പറഞ്ഞ നേതാവ് എന്നാണ് ആ പെൺകുട്ടി ആവർത്തിച്ച് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്ത് MLA ആയാൾ ഉപതെരഞ്ഞെടുപ്പ് ഹൂ കെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ട് മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെ നടന്നൊരു നേതാവാണെന്നാണ് ഞാൻ പറയട്ടെ. ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ, ഞാൻ എന്താ പറഞ്ഞത്, ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിലെത്തുമല്ലോ. കോടതിയിലെത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിലെത്തുമ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല. പിന്നെ ആ കുട്ടി ഹൂ കേഴ്സ് എന്നല്ലോ പറഞ്ഞത്. ഇത്തരം അല്ല ഞാൻ ഒന്ന് പറഞ്ഞു. വി ഡി സതീശൻ പറഞ്ഞത് താൻ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി താങ്കളുടെ പേര് പറഞ്ഞ് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പൂർത്തീകരിക്കാനുള്ള ഒരു സമയം, താങ്കളുടെ പേര് പറഞ്ഞ് പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് വാർത്താ സമ്മേളനം കേട്ടു, പ്രതിപക്ഷ നേതാവിന് വിശ്വാസം എടുക്കുന്നില്ല, കുട്ടി പരാതി കൊടുത്തു പ്രതിപക്ഷ നേതാവ് പറയുന്നു. താങ്കളുടെ പേര് പറഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം. ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊരു വാർത്ത ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല. ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എൻ്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ല ഞാൻ പറയട്ടെ, അദ്ദേഹം പറയുന്നുണ്ട് പരാതി ലഭിച്ചു എന്ന് പറയുന്നു. സ്ഥിരീകരിച്ചില്ലല്ലോ. അദ്ദേഹം സ്ഥിരീകരിച്ചില്ല. അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട.